राधा कुंज बिहारी जय गोपी जनवल्लभा गिरिवरधारी जय गोपी जनवल्लभा गिरिवरधारी यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरावनचारी यमुना तीरावनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जयो राधा माधव माधव राधे जय राधा माधव माधव राधे जय राधा श्याम सुंदर राधे जय राधा श्याम सुंदर राधे जय जगन्नाथ बलदेव जय सुभद्रा जय जगन्नाथ बलदेव जय सुभद्रा जय जय प्रभुपाद जय जय प्रभुपाद जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव जय जय गुरुदेव जय जय गुरुदेव निताय गौर हरि बोल निताय गौर हरि बोल निताय गौर हरि बोल निताय गौर हरि बोल जय श्री राधा माधव की श्रील प्रभुपाद की some songs, I guess. ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य
नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवां च श्रीरूपं साग्रजातं सगगण रघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगगण ललिता श्रीविशाखानितां च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। सप्तकाञ्चन गौरांगे राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। जय ग्रंथराज श्रीमद् भागवतम की जय। हरे कृष्ण ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് നമ്മള് ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ അധ്യായം 15-ാമത്തെയും 16-ാമത്തെ ശ്ലോകമാണ് വായിക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ആദ്യമായി എനിക്ക് വലിയ പാണ്ഡിത്യമൊന്നുമില്ല ശ്രീമദ് ഭാഗവതത്തില്, ക്ലാസ് എടുക്കാനുള്ള ഒരു കഴിവില്ല. പിന്നെ ഭക്തന്മാരുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്നിവിടെ ഒന്ന് ഈ 15-ും 16-ാമത്തെ ശ്ലോകം വായിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദയവായി ഭക്തന്മാർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം ശ്ലോകം നമ്പർ 15. യത്പാദാ സംശ്രയാ സൂത മുനയ പ്രശമായനാ സദ്യാ പുനന്തു സ്പൃഷ്ടാ സ്വർധുന്യോപോ അനുസേവയാ. യത്പാദാ സംശ്രയാ സൂത മുനയ പ്രശമായനാ സദ്യാ പുനന്തു സ്പൃഷ്ടാ സ്വർധന്യോപോ അനുസേവയാ. വാക്കർത്ഥം: യത് ആരുടെ, പാദാംബുജം, ആശ്രയ അഭയം പ്രാപിച്ച, സൂത ഓ സൂത ഗോസ്വാമി, മുനയ മുനിശ്രേഷ്ഠന്മാർ, പ്രശമായന ഭഗവത് സേവനത്തിൽ മുഴുകിയ, സദ്യ ഉടൻ തന്നെ, പുനന്തി പവിത്രീകരിക്കപ്പെടുന്നു, ഉപസ്പൃഷ്ട സംസർഗത്താൽ മാത്രം, സ്വർധുനി ഗംഗാ നദിയിലെ, ആഭ ജലം, അനുസേവയ ഉപയോഗത്തിലാകുന്നു. വിവർത്തനം പ്രഭുപാദിക്ക് ജയ്. അലയോ സൂത ഗോസ്വാമി, ഭഗവാന്റെ പദാംബുജങ്ങളിൽ അഭയം പ്രാപിച്ച മുനിശ്രേഷ്ഠന്മാർ തൽക്ഷണം തന്നെ അവരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നവരെ പവിത്രീകരിക്കുന്നു. അതേസമയം ദീർഘകാലം ഗംഗാസ്നാനം ചെയ്താൽ മാത്രമേ ഒരാൾ പരിശുദ്ധമാകപ്പെടുന്നുള്ളൂ. ഭാവാർത്ഥം: പുണ്യനദിയായ ഗംഗാജലത്തേക്കാൾ അധികം ശക്തിയുള്ളവരാകുന്നു ശുദ്ധ ഭഗവത് ഭക്തർ. ദീർഘകാലം ഗംഗാസ്നാനം ചെയ്യുക വഴി ഒരാൾക്ക് ആത്മീയ നേട്ടം പ്രാപ്തമാക്കാം. എന്നാൽ ശുദ്ധ ഭഗവത് ഭക്തന്റെ കൃപയാൽ ഒരാൾ തൽക്ഷണം പവിത്രീകരിക്കപ്പെടുന്നു.
ശൂദ്രനോ സ്ത്രീയോ വ്യവസായിയോ ആരുമാകട്ടെ വംശ പരിഗണന കൂടാതെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലങ്ങളെ ആർക്കും അഭയം പ്രാപിക്കാം. അപ്രകാരം അഭയം പ്രാപിക്കുന്ന ആരും ഭഗവത് ധാമത്തിൽ മടങ്ങിച്ചെല്ലും. ഭഗവത് പാദകമലങ്ങളിൽ അഭയം പ്രാപിക്കുക എന്നാൽ ഭഗവത് ഭക്ത ചരണകമലങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. സേവനം മാത്രം ഏക ലക്ഷ്യമായ അത്തരം ശുദ്ധഭക്തരെ വിഷ്ണുപാദ, പ്രഭുപാദ എന്നീ നാമങ്ങളാൽ അഭിസംബോധന ചെയ്യുന്നു. അത്തരം ഭഗവത് ഭക്തർ ഭഗവാന്റെ പാദാംബുജ പ്രതിനിധികളാണെന്ന് ഈ നാമങ്ങൾ സ്പഷ്ടമാക്കുന്നു. ആകയാൽ ശുദ്ധ ഭഗവത് ഭക്തനെ തന്റെ ആചാര്യനായി അംഗീകരിച്ച് ശുദ്ധ ഭക്ത പദാംബുജങ്ങളിൽ അഭയം പ്രാപിക്കുന്നവർ തൽക്ഷണം പരിശുദ്ധരായി തീരുന്നു. അത്തരം ഭഗവത് ഭക്തരെ ഭഗവാൻ തുല്യരായി ആദരിക്കണം. എന്തെന്നാൽ അവർ ഭഗവാന്റെ സ്വകാര്യ ഭൗതിക ലോകത്തിലുള്ള പതിതാത്മാക്കളെ ത്രാണനം ചെയ്ത് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നു. ഔവണ്ണമുള്ള ശുദ്ധഭക്തരെ ശ്രേഷ്ഠമായ രീതിയിൽ അധർമ്മ പ്രഭുക്കൾ എന്ന് വെളിപ്പെട്ട ധർമ്മശാസ്ത്രങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. ആത്മാർത്ഥ ശിഷ്യൻ ആത്മീയ ആചാര്യനെ ഭഗവാന് സമമായി കരുതുകയും അതേസമയം സദാ ഭഗവത് സേവകന്റെ വിനയാന്വിത സേവകനായി സ്വയം കരുതുകയും ചെയ്യുന്നു. ശുദ്ധ ഭക്തിയുടെ മാർഗം ഇപ്രകാരമാകുന്നു. ശ്ലോക നമ്പർ 16. കോവാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേട്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാ വൃഷാ കലിമലാപഹം. കോവാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേട്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാ വൃഷാ കലിലാപഹം. വാക്കർത്ഥം: ക ആരെ വാ സന്തോഷത്തോടെ ഭാഗവത ഭഗവാന്റെ തസ്യ അദ്ദേഹത്തിന്റെ പുണ്യ നന്മകൾ ശ്ലോകയിഠ്യ പ്രാർത്ഥനകളാൽ ആരാധിക്കുന്നു. കർമ്മണ കർമ്മങ്ങൾ. ശുദ്ധിം കാമ സർവവിധ പാപങ്ങളിൽ നിന്നുമുള്ള മുക്തിവാഞ്ച ന ഇല്ലാത്തത്. ശൃണുയാർ ശ്രവിക്കുന്നു. യസ്യ മഹാത്മാക്കൾ കലിയുഗത്തിന്റെ മഹാമഹം പാപനിർമോചന പ്രതിസന്ധി വിവർത്തനം. കലിയുഗത്തിലെ പാപകർമ്മങ്ങളിൽ നിന്നും മോചനം നേടുവാനായി നന്മ നിറഞ്ഞ ഭഗവത് മഹാത്മ്യങ്ങൾ ശ്രവിക്കാൻ താല്പര്യം കാട്ടാത്ത ആരുണ്ടിവിടെ. ഭാവാർത്ഥം: ശ്രീല പ്രഭുപാദിക്ക് കലഹപ്രിയം എന്ന സവിശേഷ ലക്ഷണത്തോടു കൂടിയതാകയാൽ കലിയുഗം അതീവ അയോഗ്യമായ യുഗം അഥവാ അത്യന്ത ദണ്ഡനാർഹമായ യുഗമാകുന്നു. നിസാര തെറ്റിദ്ധാരണ മൂലം കലാപങ്ങൾ ഉണ്ടാകുന്ന വിധം പാപനിർഭരമായി തീർന്നിരിക്കുന്നു കലിയുഗം. സ്വാർത്ഥമതികളല്ലാത്തവരും കർമ്മഫലങ്ങളിൽ നിന്നും ദുഷ്ദാർശനിക വീക്ഷണങ്ങളിൽ നിന്നും സ്വതന്ത്രരായവരുമായ ഭഗവാന്റെ ശുദ്ധഭക്തിയുടെ സേവനത്തിൽ മാത്രം സദാ ചിത്തരായവർ ഈ യുഗത്തിൽ വിദ്വേഷങ്ങളിൽ നിന്നും നിർമുക്തരാകാൻ കഴിവുള്ളവരാകുന്നു. സമാധാനത്തോടെയും മൈത്രിയോടെയും ജീവിക്കാൻ ജനനേതാക്കൾ ഉത്സുകരാണ്. എന്നാൽ ഭഗവത് മഹാത്മ്യ ശ്രവണം എന്ന ലഘുമാർഗത്തെ സംബന്ധിച്ച് യാതൊരു അറിവും അവർക്കില്ല. പ്രസ്തുത അത്തരം നേതാക്കൾ ഭഗവത് മഹാത്മ്യ പ്രചരണത്തെ എതിർക്കുകയും ചെയ്യുന്നു. അതായത് മൂഢ നേതാക്കൾ ഭഗവത് അസ്തിത്വത്തെ പരിപൂർണമായി നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമല്ല, അത്തരം മതനിരപേക്ഷ രാജ്യമെന്ന ആശയ വ്യാജേന ഓരോ വർഷവും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭൗതിക പ്രകൃതിയുടെ ദുഷ്കരങ്ങളായ സങ്കീർണതകളാൽ ഈ പദ്ധതികളൊക്കെ നിരന്തരം വിഫലമായി തീർന്നിരിക്കുന്നു. സമാധാനത്തിനും മൈത്രിക്കുമായുള്ള അവരുടെ പ്രയത്നങ്ങൾ പാഴായി പോകുന്നത് ദർശിക്കാനുള്ള നേത്രങ്ങൾ അവർക്കില്ല. നാം യഥാർത്ഥ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കുന്നതിനുള്ള പാത വിപുലമാക്കുകയും ശ്രീമദ് ഭാഗവതത്തിന്റെ വിശദമായി
ശ്രീമദ് ഭാഗവതത്തിൽ വിശദമായി വർണ്ണിച്ചിരിക്കുന്ന ഭഗവാന്റെ നന്മ നിറഞ്ഞ ധർമ്മ വീര്യ കർമ്മ മഹാത്മ്യങ്ങളെ പ്രകീർത്തിക്കുകയും വേണം. ഓം തത്സത്. വന്ദന ശ്രീമദ് ഭാഗവതം കി ജയ. ഹരേ കൃഷ്ണ. 2 ശ്ലോകങ്ങളാണ് ഇപ്പൊ നമ്മള് ഭക്തന്മാരുടെയും ഗുരുമഹാരാജിന്റെ അനുഗ്രഹം കൊണ്ട് ശ്രീമദ് ഭാഗവതം നിത്യം ഭാഗവത സേവ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് മാക്സിമം ഞാൻ ക്ലാസ് എടുക്കാൻ വരാതെ മുങ്ങി നടക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭക്തന്മാർ പിടികൂടി ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അപ്പോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഭക്തന്മാരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത്, നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ കേൾക്കുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതം എവിടെ വെച്ച് ആര് ഉപദേശിച്ചു, അത് എങ്ങനെ നമ്മൾ ശ്രീമദ് ഭാഗവതം ഉൾക്കൊള്ളണം, പിന്നെ കലിയുഗത്തിലെ ആൾക്കാരുടെ സ്വഭാവത്തെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങളിൽ വിവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവതം 15-ാമത്തെ ശ്ലോകത്തിലെ വിവർത്തനം നോക്കിയാൽ, അലയോ സുത ഗോസ്വാമി, ഭഗവാന്റെ പദാംബുജങ്ങളിൽ അഭയം പ്രാപിച്ച മുനിശ്രേഷ്ഠന്മാർ തൽക്ഷണം തന്നെ അവരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നവരെ പവിത്രീകരിക്കുന്നു. അതായത് ഇവിടെ ഒരു ഉപമയും കൂടെ പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ ഭക്തന്മാരുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് സൂത ഗോസ്വാമിയെ കുറിച്ച് ശൗനക ഋഷിമാര് അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ശ്ലോകത്തിലൂടെ. അതായത് അദ്ദേഹത്തിന്റെ പ്യൂരിറ്റിയെ ഇവിടെ കാണിക്കുകയാണ്. എത്രമാത്രം പ്യൂരിറ്റി ഭക്തന്മാർക്കുണ്ട് എന്നുള്ളതിനാണ് ഈ ശ്ലോകത്തിലൂടെ ഇവിടെ വർണ്ണിക്കുന്നത്. അതായത് ഭഗവാന്റെ പാദകമലത്തിൽ നിന്നാണ് ഗംഗാദേവി ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആ പാദത്തിൽ നിന്ന് വരുന്ന ഗംഗാദേവിയെ കാട്ടിയും പവിത്രമാണ് ഭഗവാന്റെ ഒരു പരിശുദ്ധ ഭക്തൻ എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഭഗവാന്റെ ഭക്തന്മാരുടെ ക്വാളിറ്റി എത്രയുണ്ട്. അതായത് ഇപ്പം ഗംഗാ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ തന്നെയും ഒരു ജീവാത്മാവിനെ അവർ ചെയ്ത എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും. കാരണം അത്രയും മഹാത്മ്യമുള്ളതാണ് ഗംഗാദേവി. ഗംഗാജലത്തിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഗുണം നമുക്ക് കിട്ടും. അതിനെക്കാട്ടിയും ഉപരിയാണ് ഒരു പരിശുദ്ധ ഭക്തനുമായിട്ടുള്ള അസോസിയേഷൻ എന്നാണ് സംഘം അദ്ദേഹത്തിന്റെ. കാരണം ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുകയും അതിലൂടെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ സേവനത്തിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ടും നമുക്ക് ഭഗവാനായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ ഇവിടെ അർത്ഥമാക്കുന്നത്. അതില് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് കുറച്ച് പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഇതില് പുണ്യനദിയായ ഗംഗയെക്കാട്ടും പരിശുദ്ധിയാണ് ഭഗവാന്റെ ഭക്തന്മാര്. പിന്നെ ഈ ഭാവാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നോർമലി ഇപ്പൊ നമ്മുടെ എല്ലാ വൈഷ്ണവരെയും, നമ്മുടെ ആചാര്യ പരമ്പരയിൽ വരുന്ന എല്ലാ വൈഷ്ണവരെയും നമ്മൾ പ്രണാമ മന്ത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജയവും വിഷ്ണുപാദ എന്ന് പറഞ്ഞ് നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. വിഷ്ണുപാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ പാദപത്മങ്ങളിൽ പൂർണ്ണമായ ശരണാഗതി അടഞ്ഞ് പരിശുദ്ധ ഭക്തിത സേവനം ചെയ്യുന്നവരെയാണ് വിഷ്ണുപാദ, പ്രഭുപാദ എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ച് അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ അവര് ആ പദത്തിന്റെ അർത്ഥം പോലെ തന്നെയാണ് അവരുടെയും ജീവിതം. കാരണം ഭഗവാന് പൂർണ്ണമായി സറണ്ടർ ആയിട്ട് ഭഗവാന്റെ പാദകമലങ്ങളിൽ മാത്രം ശരണാഗതി അടഞ്ഞ് ഭക്തിയുത ഭഗവത് സേവനം ചെയ്ത് കഴിയുന്നവരാണ് ഈ ഭക്തന്മാർ. അതുകൊണ്ടാണ് അവരെ വിഷ്ണുപാദ എന്നും പ്രഭുപാദ എന്നും അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് ഭാവാർത്ഥത്തില് നോക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഈ 15-ാമത്തെ ശ്ലോകത്തിലെ ശ്രീല പ്രഭുപാദ ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശുദ്ധ ഭക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പരിശുദ്ധ ഭക്തനാവണം, നമുക്ക് കൃഷ്ണഭക്തി, പ്യുവർ കൃഷ്ണഭക്തി നമുക്ക് വേണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അത് കിട്ടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ സേവിക്കുക. അവർക്ക് നമ്മൾ സറണ്ടർ ആയാൽ മതി. ആ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാർക്ക് നമ്മൾ അവരുടെ പാദകമലങ്ങളെ സേവിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പരിശുദ്ധ ഭക്തി ലഭിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട എന്ന് ശ്രീല പ്രഭുപാദ് ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ശുദ്ധ ഭക്തി ലഭിക്കാനുള്ള എളുപ്പമാർഗം ഭക്തരെ സേവിക്കുകയാകും. നമ്മൾ ആ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി സ്വജീവിതം സമർപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ ഭക്തരെ നമ്മൾ സേവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൃഷ്ണഭക്തി സുനിശ്ചിതം. അപ്പോ ഇത് നമുക്ക് നോർമലി അറിയാം. ഇപ്പൊ ഒരു സത്സംഗം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു സീനിയർ വൈഷ്ണവൻ, ഒരു സന്യാസി വരുന്നു, നമ്മുടെ ഗുരു മഹാരാജ് അല്ലെങ്കിൽ ദേവിനന്ദ പ്രഭു വരുന്നു, ഏതെങ്കിലും സീനിയർ ഡിവോട്ടീസ് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ അസോസിയേഷൻ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവും. കാരണം നമ്മുടെ
ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ വരുന്ന സമയത്തുള്ള ആ ഒരു നമ്മുടെ ഭക്തിയുടെ ഇമ്പ്രൂവ്മെന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു റീസെന്റ് നമുക്ക് ദേവികാനന്ദ പ്രഭു നമ്മുടെ കൂട്ടത്ത് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ആകെ 2 ദിവസമേ നമ്മുടെ കൂട്ടത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ 2 ദിവസവും ഞാനാണെങ്കിലും മംഗളാരതിക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ലേ ഇവിടെ ടെമ്പിളിൽ ആ ലാസ്റ്റ് 1 ഇയർ. പക്ഷെ അദ്ദേഹം വന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂടെ മംഗളാരതിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തോന്നി. കാരണം അത് ആ പരിശുദ്ധ ഭക്തന്റെ ഒരു ഗുണമാണ്. അദ്ദേഹം ദേവനന്ദ പ്രഭു എന്ന് പറഞ്ഞാൽ മംഗളാരതിക്ക് പക്കയാണ്, അദ്ദേഹം വന്നിരിക്കും. അപ്പൊ ആ ഒരു ഗുണത്തെ നമ്മൾ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. അതൊന്നും. അതുപോലെ തന്നെ പ്രഭുവിന്റെ കീർത്തനം നമ്മൾ ആ 2 ദിവസവും എല്ലാ ഭക്തരും, ഇപ്പം നമ്മുടെ ഇനിഷ്യേഷൻ ഡിവോട്ടീസ് മാത്രമല്ല പുതുതായിട്ടുള്ള ആൾക്കാർ വരെയും അദ്ദേഹത്തിന്റെ കീർത്തനത്തിൽ അട്രാക്ട് ആവുകയും അത് കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. എല്ലാവർക്കും ആനന്ദം. അത് ഒരു ശുദ്ധഭക്തന്റെ ലക്ഷണമാണ്. നമ്മൾ ആരുമായിട്ടാണോ അസോസിയേഷൻ ചെയ്യുന്നത് അവരിൽ നിന്ന് നമുക്ക് കൃഷ്ണാബോധം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭക്തിയുത സേവനത്തിൽ ഉയരാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവര് ഭഗവാന്റെ ശുദ്ധ ഭക്തരാണെന്ന്. അപ്പോ ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഥ ഞാൻ ഇതില് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രാവശ്യം നാരദ മഹർഷി സെയിം ക്വസ്റ്റ്യൻ ഭഗവാനോട് ചോദിക്കുകയുണ്ടായി. അല്ലയോ ഭഗവാനെ, ഈ ഭക്തിയുത സേവനത്തിലെ, അതായത് ശുദ്ധ ഭക്തന്റെ ഗുണം, അതായത് സാധു സംഘത്തിന്റെ ഗുണം എന്താണ് എന്ന് ഭഗവാനോട് നാരദ മഹർഷി ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോ ഭഗവാൻ നാരദ മഹർഷിയോട് പറഞ്ഞു, അല്ലയോ നാരദ മഹർഷി, അങ്ങ് ഭൂമിയിലേക്ക് നോക്കൂ, അവിടെ ഒരു വൃക്ഷത്തിന്റെ ഒരു ഇലയിൽ ഒരു പുഴു ഇരിപ്പുണ്ട്. അങ്ങ് അദ്ദേഹത്തിന്റെ അടുത്ത് ആ പുഴുവിനോട് ചെന്ന്, ഒരു കുഞ്ഞു പുഴു, ആ പുഴുവിനോട് ചെന്ന് ചോദിക്കൂ എന്താണ് സാധു സംഘത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നാരദ മഹർഷിയോട് പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് നാരദ മഹർഷി ഭൂമിയിലെത്തുകയും ആ പുഴുവിന്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പുഴുവിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ലയോ പുഴുവെ, സാധു സംഘത്തിന്റെ ഗുണം എന്താണ് എന്ന് ചോദിക്കുന്ന പാട് തന്നെ പുഴു ഇങ്ങനെ നാരദ മഹർഷിയെ നോക്കുകയും അപ്പാട് തന്നെ ആ പുഴു മരിച്ചു വീഴുകയും ചെയ്തു. അപ്പൊ നാരദ മഹർഷി നോക്കി ആൻസർ കിട്ടുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ ആൻസർ കിട്ടിയില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ തന്നെ ആ പുഴു മരിച്ചുപോയി. അപ്പൊ നാരദ മഹർഷി തിരിച്ച് ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഭഗവാനെ, ഞാൻ പോയി ജസ്റ്റ് ഇങ്ങനെ ചോദിച്ച പാട് തന്നെ ആ പുഴു ശരീരം ഉപേക്ഷിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, വീണ്ടും നീ നോക്കൂ, ആ ഭൂമിയിൽ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ ഒരു പശു പ്രസവിക്കാറായി നിൽക്കുകയാണ്. പൂർണ്ണ ഗർഭിണിയാണ് ഗോമാതാവ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയെടുത്ത് നിങ്ങൾ, ആ ജനിക്കുന്ന പൈക്കിടാവിന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കൂ, അപ്പോ പറഞ്ഞു തരും എന്നുള്ളത്. അപ്പോ നാരദ മഹർഷി വീണ്ടും എത്തി ആ ഗ്രാമത്തിൽ ആ പശു പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന ആ ഗോമാതാവിന്റെ അടുത്ത് എത്തി. അപ്പൊ ആ പശു കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാൾ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ആ ഒരു പ്രസവം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം കൂടി നിൽപ്പുണ്ട് അവിടെ. അപ്പോ നാരദ മഹർഷിയും വെയിറ്റ് ചെയ്തു അവരുടെ കൂട്ടത്ത്. അപ്പോ പശുക്കിടാവ് ജനിച്ചു. ജനിച്ച പാട് തന്നെ നാരദ മഹർഷി ആ പശുക്കിടാവിന്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, അല്ലയോ പശുക്കിടാവേ, ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് ചോദിച്ച പാട് തന്നെ സെയിം എപ്പിസോഡാണ് അവിടെ നടന്നത്. ആ പശു നാരദ മഹർഷി നോക്കിയ പാട് തന്നെ ആ പശുക്കുട്ടി ശരീരം ഉപേക്ഷിച്ചു. അപ്പൊ നാരദ മഹർഷിക്കും ആകെ വിഷമം. കാരണം ആ ഗ്രാമവാസികളെല്ലാം കാത്തിരിക്കുകയാണ് ഒരു പശുക്കിടാവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നാരദ മഹർഷി അവിടെ നിന്ന് പതുക്കെ സ്കൂട്ടായി ഭഗവാന്റെ അടുത്തെത്തി. ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ, ഞാൻ 2 സ്ഥലത്ത് പോയി, 2ഇടത്തും എനിക്ക് സെയിം അനുഭവമാണ് ഉണ്ടായത്. ആദ്യത്തെ പുഴുവിന്റെ അടുത്ത് ചോദിച്ചപ്പോഴും പുഴു മരിച്ചുപോയി. രണ്ടാമത് ആ പശുക്കിടാവിന്റെ അടുത്ത്, അവിടെ നിന്ന് വല്ല വിധനെയാണ് ഞാൻ അടികൊള്ളാതെ രക്ഷപ്പെട്ടത്. കാരണം അവർ ഇത്രയും എക്സ്പെക്ടേഷനിൽ ഇരുന്നതാണ്. എന്നെ കണ്ട് ഞാൻ ജസ്റ്റ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ പശുക്കിടാവ് ശരീരം ഉപേക്ഷിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോ ഇതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു സ്ഥലം പറഞ്ഞു തരാം. അവിടെ ആ ഭൂമിയിൽ നോക്കൂ, അവിടെ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലെ ഒരു രാജാവിന്റെ പത്നി ഇപ്പോ പൂർണ്ണ ഗർഭിണിയാണ്. ഉടനെ തന്നെ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ നാരദ മഹർഷി പറഞ്ഞില്ല, ഗ്രാമമായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നു. പക്ഷെ കൊട്ടാരത്തിനകത്ത് പോയി എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും? രാജാവ് പിടിച്ച് അറസ്റ്റ് ചെയ്യും, രാജാവ് ശിക്ഷ വിധിക്കും. അപ്പോൾ നാരദ മഹർഷി പേടി അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. ഭഗവാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, ഉറപ്പ് തരികയാണ്, ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കത്തില്ല, ധൈര്യമായി പൊക്കോളാൻ വേണ്ടിയിട്ട് നാരദ മഹർഷിയോട് ഭഗവാൻ. അങ്ങനെ നാരദ മഹർഷി ആ രാജകൊട്ടാരത്തിൽ വരികയും എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. കാരണം ആ രാജാവിന്റെ സാധാരണ നോർമലി ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും എല്ലാവരും ഭയങ്കര സന്തോഷമാണ്, ഒരു കുട്ടി ജനിക്കാൻ പോവുകയാണ്. അപ്പൊ അതുപോലെ തന്നെ രാജകൊട്ടാരം ആകെ വളരെ സന്തോഷത്തിലും എക്സ്പെക്ടേഷനിലും ഇരിക്കുകയാണ്.
ആ സമയത്ത് കുട്ടി ജനിക്കുകയും രാജാവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ കൊണ്ടുവന്ന് രാജാവിനെ കാണിച്ചു. രാജാവിനെ കാണിക്കുന്ന സമയത്ത് നാരദ മഹർഷിയും ഉണ്ട്. നാരദ മഹർഷി ആ കുട്ടിയോട് ചോദിക്കും, എന്താണ് ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ അസോസിയേഷന്റെ സാധുസംഘത്തിന്റെ ഗുണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി നാരദ മഹർഷിയോട് സംസാരിക്കുകയാണ്. അല്ലയോ നാരദ മഹർഷി, അങ്ങയുടെ കൃപ കൊണ്ട് ഞാനൊരു പുഴുവായി ജനിച്ചപ്പോ അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ എനിക്ക് ആ ശരീരം ഉപേക്ഷിച്ച് ഞാൻ അടുത്ത് ഒരു പശു കിടാവായിട്ട് എനിക്ക് ജനിക്കാൻ വളരെ വേഗം അവസരം കിട്ടി. അതിൽ നിന്നും ആ പശുക്കിടാവായി ജനിച്ചപ്പോഴും വീണ്ടും എനിക്ക് അങ്ങയുടെ അസോസിയേഷൻ തന്ന് ഞാൻ അവിടെ നിന്നതാ ഇപ്പോ ഈ മനുഷ്യജന്മത്തിൽ, ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിൽ എനിക്ക് ജനിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടി. അത് അങ്ങയുടെ ഒരൊറ്റ കാരുണ്യം കൊണ്ടാണ് എനിക്കിങ്ങനെ ജനിക്കാൻ പറ്റിയത് എന്ന് ആ കുട്ടി നാരദ മഹർഷിക്ക് പറയുകയും ചെയ്തു. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു പരിശുദ്ധ ഭക്തന്റെ ദർശന മാത്രത്തിൽ തന്നെ, അതായത് നാരദ മഹർഷി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്യൂർ ഡിവോട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തിൽ തന്നെ എല്ലാ കർമ്മങ്ങളും നശിച്ച് ഇമ്മീഡിയറ്റ്ലി അടുത്ത ജന്മത്തിലേക്ക് ആ പുഴു വരികയും പശു കിടാവായി ജനിക്കുകയും അവിടെ നിന്ന് ഒരു മനുഷ്യജന്മം ഇമ്മീഡിയറ്റ്ലി കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വൈഷ്ണവന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അപ്പൊ ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് തന്നെ പരിശുദ്ധ ഭക്തന്മാർക്ക് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഉണ്ട്. ഭഗവാന്റെ ഭക്തന്മാർക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എപ്പോഴൊക്കെ ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് അസോസിയേഷൻ എടുക്കാൻ അവസരം കിട്ടുമോ അത് നമ്മൾ ഉപയോഗപ്പെടുത്തും. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ബിക്കോസ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ അഹങ്കാരം, അസൂയ, കാമക്രോധ മത മത്സരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, ആവശ്യത്തിലധികം ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഭക്തന്മാരെ നമ്മളുടേതായ മാനസികാവസ്ഥയിൽ നമ്മൾ ഭക്തന്മാരെ അളക്കാൻ തുടങ്ങും. ആരാണ് പരിശുദ്ധ ഭക്തൻ? ഈവൻ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ദേവകിനന്ദൻ പ്രഭു വന്നു, അല്ലെങ്കിൽ നമ്മുടെ മഹാരാജുമാർ നമ്മുടെ സെന്ററിൽ വരുന്നുണ്ട്, നമ്മുടെ ജയസാക്ഷി പ്രഭു ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവരൊക്കെ പരിശുദ്ധ ഭക്തരാണെന്നുള്ള ഒരിത് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ദുഷ്മനസ്സെന്ന് പറയും, നമ്മുടെ മനസ്സിന്റെ മറ്റൊരു വശത്ത് നമ്മൾ ചില ഡിവോട്ടീസ് നമ്മൾ ഗസ് ചെയ്യും, വലിയ ഭക്തരൊന്നും അല്ല, അത്ര പരിശുദ്ധിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പൊ ആ ഒരു മാനസികാവസ്ഥ നമ്മൾ ഒരിക്കലും വരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഭക്തന്മാരുടെ ഇടയിൽ ഇപ്പൊ ഭഗവാന്റെ തിരുനാമം ആരാണോ ജപിക്കുന്നത് അവർ ഭഗവാന്റെ ഭക്തരാണ്. അവരുടെ പ്യൂരിറ്റിക്ക് മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോ ദേവനന്ദ പ്രഭു സങ്കീർത്തനം ചെയ്യുന്നത് പോലെ എനിക്കിപ്പോ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പാടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഫീൽ അല്ല ദേവനന്ദ പ്രഭു പാടിക്കഴിഞ്ഞാൽ, അല്ലെ മറ്റൊരു ഡിവോട്ടി. അത് ഓരോരുത്തരുടെ അവരും ഭഗവാനുമായിട്ട് തമ്മിലുള്ള ബന്ധം അത്രയും ആ ഡീപ്പ് റിലേഷൻഷിപ്പ് മേ ബി മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഭക്തന്മാരുടെ ക്വാളിറ്റിയെ കുറിച്ച് അളക്കാതിരിക്കുക. സ്വന്തമായി നമ്മൾ ചിന്തിക്കുക, ഞാനാണ് ഏറ്റവും താഴെ, എന്നെക്കാട്ടിയും ഒരു പടിയെങ്കിലും ഉയരെയാണ് മറ്റുള്ള ഭക്തരെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസോസിയേഷൻ എടുക്കണം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവും. ഇപ്പൊ എവിടെ സത്സംഗം നടന്നാലും ആര് ക്ലാസ് എടുത്താലും നമ്മുടെ ഗുരുപരമ്പരയ്ക്ക് അകത്ത് വരുന്ന ആൾക്കാരാണ് ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൃഷ്ണഭക്തി എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവും അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ഭക്തന്മാരുടെ അസോസിയേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പിന്നെ 16ാമത്തെ ശ്ലോകത്തില് കലിയുഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലി എന്ന് പറഞ്ഞാൽ കലഹം എന്നാണ് എൻ്റെ അർത്ഥം. കലിയുഗത്തിലെ ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് 2-3 ശ്ലോകത്തിന് മുമ്പ് പറഞ്ഞു. അപ്പൊ ഇതില് കലിയുഗത്തിലെ ആൾക്കാര് കലഹപ്രിയരാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, നുള്ളി പിച്ചി എന്നുള്ള കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കും, വർഷങ്ങളോളം മിണ്ടാതിരിക്കും. ആ ആൾ അവിടെ വരികയാണെങ്കിൽ ഞാൻ വരത്തില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ എപ്പോഴും മത്സരമാണ്. അത് ഞാൻ വിജയിക്കണം, ഞാൻ ജയിക്കണം, മറ്റുള്ള ആൾ എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ഏത് ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും മത്സരമാണ് ആൾക്കാർക്ക്. ആ മത്സരം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പദം വിപദം, ഓരോ രീതിയിൽ മത്സരിച്ച് മുന്നോട്ട് പോകുമ്പോഴും
ഓരോ അടിയിലും പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഭഗവാന്റെ ശുദ്ധ ഭക്തിയുത സേവനത്തിൽ മാത്രം സദാ ചിത്തരായവർ ഈ യുഗത്തിന്റെ വിദ്വേഷങ്ങളിൽ നിന്നും മുക്തരാകാൻ കഴിവുള്ളവരായിത്തീരുന്നു. അപ്പോൾ കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്, കലിയുഗത്തിൽ അങ്ങനെയാണ്, കലിയുഗം പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്, സെറ്റ് ചെയ്തിരിക്കുന്ന ആ രീതിയാണ്. അപ്പോ ഈ ശ്രീ ജഗന്നാഥ് ബലദേവ് സുബ്രഹ്മണ്യൻ ഇതില് ഈ കലിയുഗത്തില് നമ്മൾ ഈ കലി ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. ഭഗവാന്റെ ശുദ്ധ ഭക്തിയുത സേവനത്തിൽ മാത്രം സദാ ചിത്തരായവർക്ക്, അതായത് നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കലഹത്തിൽ നിന്നും കുറച്ച് മാറി പറ്റും. നമ്മൾ ഈ കലിയിൽ നമ്മൾ ബദ്ധരാവൂല എന്നുള്ളത് ശ്രീല പ്രഭുപാദ് ഇതിന്റെ ഭാവാർത്ഥത്തില് പറയുന്നുണ്ട്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥമായ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കണം. അതായത് നമുക്ക് സമാധാനം, ഇപ്പം ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ 16-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര്, നേതാക്കന്മാരായിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് സമാധാനത്തോട് ജീവിക്കണം എന്നാണ് എല്ലാവരുടെയും ലക്ഷ്യം. എല്ലാവരും ജനങ്ങളുടെ നന്മയ്ക്കായാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. സമാധാനത്തോടും സന്തോഷത്തോടും എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സ് കൂടുതലും പോകുന്ന ഏത് രീതിയിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മതേതരത്വം വേണം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതമില്ല, എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം, എങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചാണ് രാഷ്ട്രീയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലൊന്നും ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് മനസ്സമാധാനത്തോടു കൂടി മുന്നേറാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭഗവാന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പൊ രാഷ്ട്രീയക്കാരായിക്കോട്ടെ മറ്റു നേതാക്കന്മാർ പറയുന്നത് വെച്ചാൽ മതം എന്ന് പറയുന്നത് വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് സ്നേഹത്തോടും സമാധാനത്തോടും ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇല്ലാതെ, ഇപ്പൊ മതം എന്ന് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലല്ല നമ്മൾ കണ്ടത്. ഭഗവാനെ തൃപ്തിപ്പെടുത്താതെ ആർക്കും ഇവിടെ തൃപ്തരാകാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ചുരുക്കം. ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ നേതാക്കന്മാർ വിചാരിക്കുക അവർ ഡെയിലി ഓരോരോ പ്ലാൻ ചെയ്യുകയാണ്, ഓരോ വർഷത്തിലേക്ക് വേണ്ടിയിട്ട് ഓരോ പ്ലാൻ. ഈ രീതിയിൽ നമ്മൾ ആൾക്കാരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും നടക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭഗവാനുമായിട്ട് അവിടെ അവര് കണക്ട് ചെയ്യുന്നില്ല, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി. അതായത് ഈ 16-ാമത്തെ ശ്ലോകത്തിന്റെ അവസാന സെന്റൻസിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ ദിവ്യമായ ഗുണങ്ങളെക്കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ച് ചർച്ച ചെയ്ത് അതിനെ മനസ്സിലാക്കി ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ എപ്പോഴാണോ ഭഗവാനെ സേവിക്കുന്നത്, ഭഗവാന് കൂടുതലായിട്ട് സേവ ചെയ്യുകയും നാമം ജപിക്കുകയും ശ്രീമദ് ഭാഗവതം വായിച്ച് പഠിക്കുകയും ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ എപ്പോഴാണോ ഇത്രയും കാര്യങ്ങളിൽ നിന്നും ഈ സേവനത്തിൽ നിന്ന് അല്ലെങ്കിൽ നാമജപത്തിൽ നിന്നും അല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്നതിൽ നിന്നും നമ്മൾ എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത്, ആ സമയത്ത് നമുക്ക് കൊട്ടിഷ്ടം പോലെ കിട്ടും, ഒരുപാട് കൊട്ടും നമുക്ക് കിട്ടും. നമ്മൾ 16 മാല ജപിക്കുന്ന സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ശ്രീമദ് ഭാഗവതം കഥ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും പ്രശ്നത്തിലോട്ടേക്ക് മാറി. അപ്പൊ നമ്മള് സിമ്പിളായിട്ട് നമ്മൾ പറയും, ഞാൻ മായയിലാണ്, മായയുടെ പിടിയിലാണ്, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ മായ നമ്മളെ എങ്ങനെ പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാനൊരു പ്രാവശ്യം ദേവികാനന്ദ പ്രഭുവിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. പ്രഭു, ഞാൻ കൂടുതലും ഈ ഒരു ചോദ്യം പരമാനന്ദ പ്രഭു ഒരു ക്ലാസ്സിൽ ഇവിടെ ചോദിക്കണ്ടായി. പ്രഭു, ഞാൻ കൂടുതലും അസോസിയേറ്റ് ചെയ്യുന്നത് കർമ്മികളായിട്ടാണ്, ഡിവോട്ടിയസ് ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ അസോസിയേഷൻ ഉള്ളൂ, ബാക്കി കൂടുതലും കർമ്മികളായിട്ടാണ് അസോസിയേഷൻ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ഈ കൃഷ്ണാബോധത്തിൽ നമുക്ക് എങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റും? അപ്പൊ പ്രഭു പറഞ്ഞ്, പ്രഭു ജോലി ചെയ്യുക, കർമ്മികളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടി വരും, പൈസ ഉണ്ടാക്കണം, എങ്കിലേ നമുക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ മാനസിക അവസ്ഥയാണ് അവിടുത്തെ മെയിൻ വിഷയം. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പ്രസാദം അല്ലാതെ വേറെ ഒന്നും കഴിക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം. അത് നമ്മൾ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ അതേ ആദ്യം ഉറച്ചു നിൽക്കും, ഞാൻ കൃഷ്ണപ്രസാദം അല്ലാതെ ഒന്നും കഴിക്കത്തില്ല എന്ന് പറയും. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കള്ളന്മാരാണ്. നമുക്കിത് ആഗ്രഹമുണ്ട്, എന്താണ്, ഇതെല്ലാം എൻജോയ് ചെയ്യണം, കർമ്മി ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. എന്നിട്ട് നമ്മൾ പറയും, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഒരു പാർട്ടി ഉണ്ട്, അവിടെ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവിടെ നിന്ന് കഴിച്ചില്ലെങ്കിൽ അവര് ചിലപ്പം ഭക്തന്മാരെ സെപ്പറേറ്റ് ആക്കി കാണും
എന്നുള്ളതൊക്കെ നമ്മുടെ ആ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിനെങ്ങനെ മൂടാൻ ശ്രമിക്കും. അതിൽ ദേവേന്ദ്ര പ്രഭു പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് നിയമങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു കോംപ്രമൈസും ചെയ്യാൻ തയ്യാറല്ല. അപ്പം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന കർമ്മികളായിക്കോട്ടെ, അവർക്ക് മനസ്സിലാവും. അവർ പറയും, അയ്യോ അവരുടെ അടുത്തൊന്നും സംസാരിക്കരുത്, അവര് പുറത്തുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല, സിനിമയ്ക്ക് വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇങ്ങനത്തെ എൻജോയ്മെന്റ് ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് അവർ പറയും. അത് നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണ് എങ്കിൽ മാത്രമേ അവരങ്ങനെ പറയുള്ളൂ. ഇപ്പൊ നമ്മൾ ഓക്കെ ഇന്നത്തേക്ക് കഴിക്കാം, ഒരു സിനിമയല്ലേ അത് കാണാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ അളക്കും. എങ്ങനെയാണെന്ന് അറിയാമോ? ഇവൻ ചുമ്മാ ഈ പ്രകസനം മാത്രമേ ഉള്ളൂ, പറച്ചിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഒന്നും പാലിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചെളിയിലാണ് താമരപ്പൂ നിൽക്കുന്നത്, പക്ഷെ ആ ചെളിയും വെള്ളമായിട്ട് ആ താമര ഇലയ്ക്കും താമരപ്പൂവിനും ഒരു ബന്ധവുമില്ല, അത്രയും നിർമ്മലമായിട്ടാണ് താമരപ്പൂ. അതുപോലെ നമ്മൾ ഈ ഭൗതിക ലോകത്തില് താമസിക്കുന്നുവെങ്കിൽ നമ്മൾ ഇവരുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ആദ്യം മാനസികമായിട്ട് തയ്യാറാവണം. അത് പ്രാവർത്തികമാകണമെങ്കിൽ നമുക്ക് വൈഷ്ണവരുടെയും ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനുവേണ്ടി നമ്മൾ നിരന്തരമായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം. ഭഗവാനെ, ഞാൻ ഈ എന്റെ കർമ്മദോഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്റെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ച് ഞാൻ ഈ കർമ്മത്തിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ എനിക്ക് ഇവിടെ നിന്നെങ്കിലും ഭഗവാന്റെ പരിശുദ്ധ ഭക്തി എനിക്ക് കിട്ടുമാറാകണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണൻ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്തു തരും. നമുക്ക് കൂടുതൽ പരിശുദ്ധ ഭക്തന്മാരായിട്ട് ചേരാനുള്ള അവസരവും, നമുക്ക് കൂടുതൽ ഭഗവാനായിട്ടും ഭക്തന്മാരുമായിട്ട് അസോസിയേഷൻ ചെയ്യാനുള്ള അവസരം നമ്മൾ സിൻസിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണൻ അത് അവസരം ഒരുക്കി തരും. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ സിൻസിയറിറ്റി ഇല്ലെങ്കിലാണ് നമ്മൾ കൂടുതലും ഇങ്ങോട്ട് മാറിപ്പോകുന്നത്. ഇതിപ്പോ നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. ആ പറയാൻ വളരെ എളുപ്പം ഉള്ളത് പ്രാവർത്തികമാക്കണമെങ്കിൽ സിൻസിയർ ആയിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം, വൈഷ്ണവരുടെ അടുത്ത് പ്രാർത്ഥിക്കണം, വൈഷ്ണവരായിട്ടുള്ള അസോസിയേഷൻ ഉണ്ടാവണം. നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നമ്മളെക്കാട്ടി ഉയർന്ന ഭക്തന്മാരായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് അവരുടെ അടുത്ത് സംസാരിച്ച് ശ്രീമദ് ഭാഗവത്തെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കടന്നു വരാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഈ 16ാമത്തെ ശ്ലോകത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നത് പോലെ നാടിന് മൊത്തം എല്ലാ പേർക്കും സമാധാനവും സന്തോഷവും വേണമെങ്കിൽ കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ ഇതില് ഈ 2 ശ്ലോകത്തിലൂടെയും ഭഗവാന്റെ ഭക്തന്മാരുടെ മാഹാത്മ്യമാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മുടെ ശൗനക ഋഷിമാര് ഗ്ലോറിഫൈ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ കലിയുഗം പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തോട്ട് വരാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരേ ഒരു ക്വാളിറ്റി കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ നമ്മൾ ഭാഗവതം വായിക്കുന്നു, അല്ലെങ്കിൽ ഭക്തന്മാര് പല കഥകൾ പറയാറുണ്ട്, നമുക്ക് തന്നെ ലൈവ് എക്സാമ്പിൾസ് ഉണ്ട്, നമ്മുടെ കൂടെ ഉള്ള ഭക്തന്മാരുടെ അനുഭവം നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇത് വിശ്വാസം വരണമെന്നില്ല. ഒരു വിശ്വാസത്തിന്റെ കുറവുണ്ട് ചില സമയം. അപ്പൊ ഭക്തിയുടെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം വേണം. ആദ്യം നമ്മുടെ ഗുരുവിൽ നമുക്ക് വിശ്വാസം വേണം. അതുപോലെ തന്നെ ഭഗവാനിലും ശാസ്ത്രങ്ങളിലും മൂന്നിലും നമുക്ക് വിശ്വാസം, സാധുക്കളിലും ശാസ്ത്രത്തിലും നമുക്ക് ഗുരുവിലും നമുക്ക് വിശ്വാസം. ഒരു പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സംസാര സാഗരത്തിൽ നിന്നും കടന്നു വരാൻ കഴിയും. അത് തന്നെ ഒരു ചെറിയൊരു സ്റ്റോറിയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജനമേജയ മഹാരാജാന്റെ കഥ എല്ലാവർക്കും അറിയാം. പരീക്ഷിത് മഹാരാജാവിന്റെ പുത്രനായ ജനമേജയന്റെ കഥ അറിയാം. നമ്മൾ പലരും ഭക്തന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ വന്ന ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടായ ഇത്, അദ്ദേഹത്തിന് മൊത്തം കുഷ്ഠരോഗം ബാധിച്ചു ജനമേജയ മഹാരാജാന്. അപ്പൊ അതിനെ നിവർത്തിക്കാൻ വേണ്ടിയിട്ട്, ആ അസുഖത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഭക്തന്മാരെ ഉപദേശിച്ചു ഭഗവാന്റെ ലീലാഗുണങ്ങളെ കുറിച്ച് ശ്രവിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്ന് ഉപദേശം ചെയ്യുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ കഥ കേൾക്കാൻ തുടങ്ങി. ജനമേജയ മഹാരാജാവ് എത്രത്തോളം കേൾക്കുന്നോ അത്രയും വിശ്വാസത്തോടു കൂടി അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ കുഷ്ഠരോഗം മാറാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നെല്ലാം മാറി വരാൻ തുടങ്ങി. അത് സന്തോഷമായി അല്ലെ? സന്തോഷമായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാഭാരത യുദ്ധത്തെക്കുറിച്ച്, അതിൽ നടന്ന ഭഗവാന്റെ ലീലകളെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. അതിൽ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധങ്ങൾ നടന്നു, മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഭീമസേനൻ അവിടെ ഉണ്ടായിരുന്ന ആനകളെയും കുതിരയൊക്കെ ഇങ്ങനെ വാലിൽ പിടിച്ച് കറക്കിയിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. എത്രയോ മുകളിൽ പോയിട്ടുണ്ട്. ആ എറിഞ്ഞതിൽ പല ആനകളിൽ നിന്നും താഴെ എത്തിയിട്ടില്ല എന്നിങ്ങനെ ആചാര്യൻ പറയുന്നു. നമുക്ക് ജനമേജയൻ മഹാരാജാവിന്റെ മനസ്സിൽ സംശയം, ശരിയാണോ? ആന എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, ഇത്രയും വെയിറ്റ് ഉള്ള ആന, അതിനെ ഇങ്ങനെ തൂക്കി എറിഞ്ഞിട്ട് ഇന്നേ വരെ താഴെ എത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായതും
ഇദ്ദേഹത്തിന് പോയ കുഷ്ഠരോഗം വീണ്ടും അത് മാത്രമല്ല ഒരു ആണ വിടുന്ന ഒറ്റ അവിടെ കേൾക്കുകയും മുകളിലേക്ക് കഥ കേട്ടില്ല ബ്രോ, ക്ലിയർ ആയില്ല. വിശ്വാസം ഇല്ല എന്ന് പറയുന്നവരെ കേട്ടായിരുന്നു. അങ്ങനെ വിശ്വാസം ഇല്ല ആയതോടുകൂടി, അതായത് ആനയുടെ വാലിൽ ചുറ്റി എറിഞ്ഞ ആന ഇതുവരെ താഴെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് അത് സത്യമാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. വിശ്വാസം കുറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അസുഖം വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ആ കുഷ്ഠരോഗം അദ്ദേഹത്തിന് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പൊ തന്നെ ഒരു ശബ്ദത്തിൽ അന്ന് എറിഞ്ഞ ആന അവിടെ ഒരെണ്ണം വീഴുന്ന ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റി. അപ്പൊ ആചാര്യൻ പറഞ്ഞു, അന്ന് പോയ ഒരു ആനയാണ് ഇപ്പോൾ വീണത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോ ശാസ്ത്രവും ആചാര്യന്മാരും ഒരിക്കലും നമ്മളെ കള്ളം പറയുകയോ അല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. നമ്മൾ പൂർണ്ണമായി അവരെ വിശ്വസിക്കുക. ഇതിപ്പോ നമ്മുടെ ഗുരുമഹാരാജ് നമ്മളടുത്ത് പറയാണ്, സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഗുരുമഹാരാജ് എന്ന് പറയും നമ്മൾ സറണ്ടർ ആയി പൊക്കോളുക. കാരണം അവർ പറയുന്നതിൽ ഒരിക്കലും തെറ്റുണ്ടാവില്ല. അത് ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കണം എന്നാണ്. അത്രയും വിശ്വാസം നമുക്ക് ഗുരുമഹാരാജിന്റെ അടുത്തും വൈഷ്ണവരുടെ അടുത്തും ഭഗവാന്റെ ദിവ്യമായ ശാസ്ത്രങ്ങളിൽ നമുക്ക് ഉണ്ടാവണം എന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാധു സംഘം കൊണ്ട് മാത്രം വളരെ തുച്ഛമായി ലഭിക്കുന്ന ചെറിയ ചെറിയ അസോസിയേഷൻ കൊണ്ട് നമുക്ക് വലിയ ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്, വലിയ മാറ്റമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ശ്ലോകത്തിൽ നിന്നും എനിക്ക് മനസ്സിലായതും ഉള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. സുരേന്ദ്ര ശ്രീമദ് ഭാഗവതം കി. പിന്നെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ഇപ്പൊ സംസാരിച്ച എന്തെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ചെറിയ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പറ്റുന്നതാണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ഡ്യൂട്ടീസ് ഉണ്ട്, അവര് നമുക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സോ ആഡ് ചെയ്യാനുണ്ടെങ്കിലും ഭക്തന്മാർക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതി. നന്നായിരുന്നു. നമ്മൾ ഈ സംഘം നമുക്ക് നമ്മുടെ സാധനങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന വിധം നമ്മൾ പെരുമാറാതിരിക്കുക, ഇതൊക്കെ പറഞ്ഞത് വളരെ നല്ല കാര്യം. അത് നമ്മളെല്ലാവരും അതുപോലെ അത് അനുഷ്ഠിച്ച് പോകണം. നമ്മളെ സാധനങ്ങൾ എപ്പോഴും വീഴുമോ നമ്മൾ അപ്പോഴും വീഴുമെന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു ശൂദ്രകുലത്തിൽ ജനിച്ചിട്ട് ഈ ഇതിൽ വരുമ്പോൾ എനിക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുടുംബത്തിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും എല്ലാവരുടെയും ഒരുപാട്. ഞാൻ വളരെ സ്ട്രോങ് ആയിരുന്നു ആ കാര്യത്തിൽ. ഞാൻ നിന്നെന്ന് വെച്ചാൽ നന്നായിട്ട് പിടിച്ചു നിന്നു. ആക്ഷേപങ്ങള്, കളിയാക്കലുകള് എന്തെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നറിയാം. അതെല്ലാം നമ്മൾ പിടിച്ചു നിന്നു. എന്നിട്ട് ഞാൻ പലരോടും ഞാൻ വളരെ ഗട്സോടെ ഒന്ന് പറയുമായിരുന്നു, ഞാൻ ഇന്ന് പഴയ വസന്തകുമാരിയല്ല, ഞാൻ ഇന്ന് വൃന്ദാവനേശ്വരി വിലാസിനി ദേവിദാസിയാണ്. എനിക്കൊരു ഗുരുവുണ്ട്, ഞാനൊരു 2ാം ജന്മമാണ്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ വളരെ ഓപ്പണായിട്ട് തമാശയിലൂടെ പറഞ്ഞു. അതുപോലെ ഓരോ ഭക്തരും അതുപോലെ നിൽക്കണം പ്രഭു. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്കുള്ള വഴികൾ സുഗമമായി സഞ്ചരിക്കാൻ പറ്റൂ. പ്രഭു പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ശരി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ വളരെ മനോഹരമായ ക്ലാസ് ആണ് പ്രിയപ്പെട്ട നമ്മുടെ ഡിയർ സംഘർഷൻ പ്രഭു എടുത്തത്. അദ്ദേഹം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു അദ്ദേഹത്തിന് അറിഞ്ഞൂടാ, ഒന്നും ABCD അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. അത് വിനയം കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് പ്രാക്ടിക്കലായിട്ട് റിയലൈസേഷനിൽ അറിയാം. റിയലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഗംഭീര ക്ലാസ് ആണ് പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സംഘർഷൻ പ്രഭു എടുത്തത്. സംഘർഷൻ പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചില്ലറക്കാരനല്ല. കാണുമ്പോൾ ഒരു കൊച്ചു പയ്യനെ പോലെ കാണുന്നുണ്ടെങ്കിലും അത് വളരെ സീനിയർ ഡ്യൂട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഒരു ഭക്തന്മാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം വളരെ കൊച്ചിലെ വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി, ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി ഗുരുമഹാരാജന്റെ അനുഗ്രഹത്തോടു കൂടി കണ്ണൂരിലെ കുറച്ച് ഡിവോട്ടീസ് കണ്ണൂരിൽ സത്സംഗം സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി ഗുരുമഹാരാജന്റെ ബ്ലെസ്സിങ്സോട് കൂടി അദ്ദേഹം കണ്ണൂരിൽ പോവുകയും അന്ന് അവര് ഈ സത്സംഗത്തിന് വേണ്ടി സെലക്ട് ചെയ്തിരുന്ന വീടെന്ന് പറഞ്ഞ ഒരു പ്രേതബാധ ഉണ്ട് എന്ന് പറഞ്ഞ് വർഷങ്ങളോളം ആരും എടുക്കാതെ വച്ചിരുന്ന ഒരു വീട്ടില് ഈ കൊച്ചു പയ്യൻ, വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ, ഫുൾ ടൈം ആയിട്ട് നിന്ന് അവിടെ തന്നെ കിടന്ന് ഉറങ്ങി. അവിടെയുള്ള ചുറ്റുവട്ടമുള്ള ആൾക്കാരുടെ വീടാന്തരം കയറി ഇറങ്ങി ഹരേ കൃഷ്ണ മഹാമന്ത്ര മഹാത്മ്യം പറഞ്ഞു കൊടുത്ത് വലിയൊരു കോൺഗ്രിഗേഷനെ അവിടെ ഉണ്ടാക്കുകയും അതിനുശേഷം
റെഗുലറായിട്ട് നടന്ന രഥയാത്ര അടക്കമുള്ള പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട സംഘർഷം പ്രഭു. അന്ന് ആ പ്രേതബാധയുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് 100% അദ്ദേഹത്തിന്റെ ഗുരുവിനോടും ഭഗവാൻ ശ്രീകൃഷ്ണനോടുമുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ ഭാഗമായി മാത്രമാണ് അദ്ദേഹത്തിന് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നത്. അങ്ങനെ ഉറങ്ങി, പ്രേതബാധയുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങിക്കിടന്ന അദ്ദേഹത്തിനെ കണ്ട് ചുറ്റുവട്ടമുള്ള ആൾക്കാർ ഞെട്ടി. ഈ 18 വയസ്സുള്ള പയ്യൻ ഈ പ്രേതബാധയുള്ള വീട്ടിൽ രാത്രിയോ പകലോ ആരും വരാത്ത ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ആ ചുറ്റുവട്ടമുള്ള ആൾക്കാർ ആഗ്രഹിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണനും ഗുരുവും ഉള്ള സ്ഥലത്ത് ഒരു പ്രേതവും നമ്മളെ തൊടത്തില്ല എന്ന് പറഞ്ഞു. അത് പറയുക മാത്രമല്ല, ആ രാത്രികളിൽ അവിടെ കിടന്ന് ഉറങ്ങി അദ്ദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കണ്ട് ആൾക്കാരുടെ മനം മാറുകയും ഒരുപാട് ഭക്തന്മാർ അദ്ദേഹത്തിന്റെ ആചരണം കണ്ട് കൃഷ്ണഭക്തിയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണൂരിൽ ഒരു വലിയൊരു കോൺഗ്രിഗേഷൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തനം, ബേസിക് സർവീസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കാൻ ഇവിടെ വന്നു നിൽക്കുന്ന പ്രിയപ്പെട്ട സംഘർഷം പ്രഭു. അതുകൊണ്ട് അദ്ദേഹം സാധാരണക്കാരനല്ല. അദ്ദേഹം ഹംബിൾനെസ്സോട് കൂടി പറഞ്ഞ കാര്യം എനിക്ക് ഒന്നും ഭാഗത്തിൽ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞത് പച്ച കള്ളമാണ്. അദ്ദേഹം നല്ലൊരു റിയലൈസ്ഡ് സോളും കൂടിയാണ്. വളരെ സന്തോഷം സംഘർഷം പ്രഭു. മനോഹരമായ ക്ലാസ് ആയിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും താങ്കൾ മുന്നോട്ട് വരണം. വളരെ സന്തോഷം, നന്ദി. പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. ആ സമയത്ത് ഗുരു മഹാരാജിന്റെയും ഭഗവാനിലുള്ള എന്റെ വിശ്വാസം, പിന്നെ ഭക്തന്മാരുടെ, കാരണം നമ്മുടെ ഇൻക്ലൂഡിങ് കഥാമൃത് പ്രഭു, നമ്മുടെ എല്ലാ കൃഷ്ണാശ്രയ പ്രഭു, എന്റെ ശിക്ഷാഗുരുവായ കൃഷ്ണാശ്രയ പ്രഭു, അവരൊക്കെ തന്ന ആ ഒരു സപ്പോർട്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഭക്തന്മാർ, അത് ഈ ശ്ലോകത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. പരിശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷൻ, നമ്മുടെ ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. വിശ്വാസം കുറയുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അത് ഗുരു മഹാരാജിന്റെയും ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോ ഒരു പ്രാർത്ഥനയുണ്ട്, ആ വിശ്വാസത്തിന് ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ഭക്തന്മാർ ദയവായി എന്നെ അനുഗ്രഹിക്കണം. തീർച്ചയായിട്ടും വീണ്ടും ആ പഴയ വിശ്വാസം വരട്ടെ എന്ന്. ഹരേ കൃഷ്ണ. ശരി ബ്രോ, അപ്പൊ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. ദർശനം എടുക്കണം അല്ലേ ബ്രോ? श्री श्री जगन्नाथ बलदेव सुभद्रा में महासुदर्शन चक्र की। हरे कृष्णा। താങ്ക് യു ബ്രോജി. ഹരേ കൃഷ്ണ.